ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3-4 ദിവസമായി എന്നാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്താ പപ്പിൻ്റെ വീഡിയോ വരാത്തെന്ന്. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. നമ്മൾ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് രോഷിൻ്റെ എന്താ പറയുക യൂണിഫോം അളവെടുക്കുന്നത് 10-ാം തീയതി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 9-ാം തീയതി തിരിച്ചു വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീട് മാറാനായി, നമ്മൾ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു വീട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അത്രയും ദിവസം ഇങ്ങനെ അങ്ങോട്ടേക്കായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു വീട് ശരിയായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് മാറാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. വല്ലാത്ത വിഷമമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിഷമമുണ്ട് കേട്ടോ. ഈ വീട് വിട്ട് വരെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഈ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മുറ്റത്ത് നടന്ന ആ വെള്ളത്തിൽ ചവിട്ടിയതാണ് ഇവിടെ വെള്ളവും ഒക്കെ ഇങ്ങനെ നല്ല പെരുമഴ പറഞ്ഞ പെരുമഴയായിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ വന്നു, അച്ഛൻ വന്നിട്ടില്ല, നമ്മൾ തന്നെ ഇരുന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റുകയാണ്. നമുക്ക് എന്തായാലും എവിടെ പോയാലും ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് അപ്പോൾ വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ പാലക്കാട്ടിൽ നിന്ന് അവിടെ പോയി പുതിയ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പോലും ഇത്ര വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ളൊരു ഇത് മാത്രമേ തോന്നുള്ളൂ. നമുക്ക് അവിടെ എത്ര സൗകര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. അത് പാപ്പിക്കാണെങ്കിലും ശരി, രോഷിക്കാണെങ്കിലും ശരി, എനിക്കാണെങ്കിലും ശരി, അങ്ങനെ തന്നെയാണ് തോന്നുക. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായിരിക്കും അതിൻ്റെ ഇത് എന്നുള്ളത്. വീടൊക്കെ എല്ലാ സാധനവും ഇങ്ങനെ ഓരോന്ന് മാറ്റിയപ്പോഴേ വല്ലാത്ത ഒരിത് എല്ലാം പോയി ഒഴിഞ്ഞൊരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പാപ്പിൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ഈ വീട് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു, തുടച്ചു വിട്ടതാണ്. എന്നാലും വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളതും പിന്നെ നമ്മൾ മണ്ണിൽ ചവിട്ടി കയറിയതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വന്ന് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇരിക്കണം. ഇത് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് അച്ഛനെ കണ്ടില്ല എന്ന് കുറേ പേര് പറഞ്ഞല്ലോ. അച്ഛൻ പണിത്തിരക്ക്, പിന്നെ വീഡിയോയിലേക്ക് വിളിച്ചാൽ എനിക്ക് സമയമില്ല എന്ന് പറയും ചില സമയത്ത്. അതായത് രാവിലെ പോകും, പിന്നെ വൈകിട്ടായിരിക്കും വരിക. അപ്പോൾ അന്ന് രാവിലെ കിട്ടിയപ്പോൾ പാപ്പീനെ എടുത്ത് ചായയൊക്കെ കൊടുക്കണം വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. വല്ലാത്ത വിഷമം തോന്നി. നമ്മൾ എന്താ വീട് മാറാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട് അത് വിൽപ്പനയ്ക്ക് വെച്ചതായിരുന്നു. 1-ാമത്തെക്കാരും 2-ാമത്തെക്കാരും പിന്നെ നമ്മൾ എന്താ പറയുക പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ അത് അടുത്താണെങ്കിൽ അത്രയും ഇതല്ല. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് പാപ്പിനെ കൊണ്ടുപോകാനും എല്ലാത്തിനും സൗകര്യമായിരിക്കും. പാപ്പിനെ സ്കൂളിൽ വിടണം. അങ്ങനെ കുറേ സന്തോഷങ്ങൾ വരികയാണെങ്കിൽ കൂടിയിട്ട് ആ വീട് ഉപേക്ഷിക്കുന്ന സമയത്ത് അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞത് തന്നെ പറയുകയാണെന്ന് ചിന്തിക്കേണ്ട. ഈ വീട് വിട്ട് പോകുമ്പോൾ പോലും നമുക്ക് ആർക്കും ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. എന്ന് ചോദിച്ചാൽ 2 വർഷവും 2 മാസവും ഞങ്ങൾ ഇരുന്ന വീടാണ്. ആ വീടിൻ്റെ ഓരോ എന്താ പറയുക മുക്കും മൂലയും നമുക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. ഓരോ ഭാഗങ്ങളും പറയുകയാണെങ്കിൽ അത്രയ്ക്കും ഇതാണ്. ഓരോരോ ഇതും അത്രയും നമ്മൾ ആസ്വദിച്ച് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടന്നത്. എന്തായാലും അവിടെ ഇരുന്ന ശേഷമാണ് ഈ വീട് ഈ ലെവലിലാവാൻ കാരണം കൂടിയിട്ട് അവിടെ പോയതിന് ശേഷമാണ് ഈ വീട് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വരാനും കൂടി ഉണ്ടായ കാരണം. അതേപോലെ തന്നെ പാപ്പിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഒക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല മാറ്റങ്ങൾ. അതേപോലെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒരുപാട് പേര് എന്താ പറയുക പാപ്പിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പേര് ഇങ്ങനെ പാപ്പിനെ കാണണം, പാപ്പി എന്ത് ചെയ്യണം, സുഖമായിരിക്കണമെന്ന് ചോദിച്ചിട്ട് അവിടെയാണ് കാണാൻ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുന്ന സമയത്ത് നമുക്ക് വിഷമം തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗകര്യം കൂടി നോക്കണം. രോഷിൻ്റെ സ്കൂള്, ട്യൂഷൻ ഇതെല്ലാം നോക്കണം. രോഷിൻ്റെ കാര്യമാണെങ്കിൽ അവൾ ബസ്സിന് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാപ്പിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ നോക്കിയിട്ട് വരും. അത് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ശരിയാവില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് മാറുക എന്നത് മാത്രമല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് മാറാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ വീടൊക്കെ നമ്മൾ പോയിട്ട് അവിടെ ഒന്ന് സെറ്റായ ശേഷം കാണിച്ചു തരാം. ഇനിയും ചിലപ്പോൾ 2 ദിവസം വീഡിയോ ഉണ്ടായെന്ന് വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനും ജോഷിയും പാപ്പിയും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്താ വെച്ചാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതും ഇങ്ങനെ പറഞ്ഞതും വീട് ഒഴിവുണ്ടെന്ന് അറിഞ്ഞതും നമ്മൾ കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊക്കെ വാങ്ങിച്ച് പാത്രങ്ങൾ, ഡ്രസ്സുകൾ, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ രോഷി ഒരു ദിവസം രാത്രി കൊണ്ട് ഫുള്ളായിട്ടിരുന്ന് അങ്ങനെ പാക്ക് ചെയ്തെടുത്താണ്. ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് മാത്രമല്ല, അവിടെ എത്തി അതിനെ നമ്മൾ സെറ്റാക്കി എല്ലാം ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് അതുമായി പൊരുത്തപ്പെടുമ്പോഴായിരിക്കും നമ്മൾ ഫ്രീ ആവുക അല്ലേ. എന്തായാലും ഈ വർഷം പാപ്പിക്ക് ഒരുപാട് വീടുകൾ മാറേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ 2025 ഓട് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറി, സ്വന്തം വീട്ടിൽ നിന്ന് വീണ്ടും ഓട് വീട്ടിലേക്ക് പോയി, വീണ്ടും അവിടെ നിന്ന് എന്താ പറയുക ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ, വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് നല്ല വിഷമമുണ്ട്. ഇങ്ങനെ എല്ലാം ഒഴിഞ്ഞ് കിടന്ന് എല്ലാം അവിടെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ഇത് വൈകുന്നേരം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം വലിച്ചെടുത്ത് ഇട്ടിട്ട് ഇരിക്കുകയാണ്. രാത്രി ആർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു 1-1:30 വരെയൊന്നും ആരും കിടന്നുറങ്ങുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ പോകാനുള്ള ഓട്ടോ വന്നു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങടിക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വീട്ടിലില്ല. കുറേ പേര് എന്താ പറയുക പാപ്പിനെ കാണാനൊക്കെ ഈ ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ അവിടെ ഇല്ല കേട്ടോ. എന്തായാലും നമ്മൾ മാറുകയാണ്. അപ്പോൾ വിഷമവും സന്തോഷവും ഒക്കെ കൂടി ഒരുമിച്ച് വരുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇതാണ്ടോ മഴ പറഞ്ഞാൽ നല്ല മഴയുണ്ട്. ഇത് നമ്മൾ ശരിക്കും സൂം ചെയ്തെടുത്താണ്. നമ്മുടെ അവിടെയെല്ലാം പോണ വഴിക്ക് കണ്ടപ്പോൾ അങ്ങനെ സൂം ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയ വാടക വീട്ടിൻ്റെ എന്താ പറയുക വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ പെട്ടെന്ന് വരാം കേട്ടോ. എന്തായാലും ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പഴയ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതൊക്കെയാണ് അച്ഛനെ കാണണതും ഇതൊക്കെ ആയിട്ട് കാണണത്. നമ്മൾ ഇപ്പോൾ എടുത്തതല്ല, കുറച്ച് മുന്നേ എടുത്ത മഴയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും. എന്തായാലും നമ്മൾ ഓല വീട്ടിൽ നിന്ന് ഓട് വീട്ടിൽ നിന്ന് ടെറസ് വീട്ടിലേക്ക് ഇനിയും നമ്മൾ അതേപോലെ ഒരു വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു കുഞ്ഞു വീട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോയി കണ്ടു. നമുക്ക് ഏതൊരു അവസരത്തിലും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ബോധ്യമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്.